ആറാട്ടുപുഴ പൂരത്തിന്റെ കൈപ്പന്തത്തിനുള്ള തുണി ഒരുക്കി തുടങ്ങി. തിരുപ്പൂരിൽ നിന്നും കൊണ്ടുവന്ന 200 കിലോ തുണി മന്ദാരക്കടവിൽ വെച്ച് പുഴുങ്ങി അലക്കുന്ന പണികളാണ് ആരംഭിച്ചത്. തുണികൾ ക്ഷേത്രമുറ്റത്തിട്ട് ഉണക്കി സൂക്ഷിക്കും. വലിയ 2 ചെമ്പുകളിൽ കാരവും സോപ്പും ഉപയോഗിച്ച് പുഴുങ്ങിയ തുണികൾ കൽപ്പടവുകളിൽ തല്ലിത്തിരുമ്പി. തുണിയിലെ കഞ്ഞിപ്പശ ഒഴിവാക്കുന്നതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത്തരം തുണികൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന കൈപ്പന്തങ്ങൾ കൂടുതൽ തെളിമയോടെ കൂടുതൽ സമയം കത്തും. തുണികൾ ക്ഷേത്രമുറ്റത്തിട്ട് ഉണക്കി സൂക്ഷിക്കും. ആറാട്ടുപുഴ ഉത്സവാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 100ഓളം യുവാക്കളാണ് ഇതിൽ പങ്കാളികളായത്. 2 ഒറ്റപ്പന്തങ്ങളും 2 മുപ്പന്തവും 18 ആറുനാഴി പന്തങ്ങളുമാണ് ആറാട്ടുപുഴ ക്ഷേത്രത്തിൽ ഉള്ളത്. ആറാട്ടുപുഴ ശാസ്താവിൻ്റെ തിരുവാതിര വിളക്കിനാണ് ആദ്യമായി പന്തം കത്തിക്കുന്നത്. തുടർന്ന് പെരുവനം പൂരം, ആറാട്ടുപുഴ തറക്കൽ പൂരം, ആറാട്ടുപുഴ പൂരം എന്നീ ദിവസങ്ങളിലും പന്തം കത്തിക്കും. ശാസ്താവിൻ്റെ തിരുമുമ്പിൽ ഒറ്റപ്പന്തവും അതിന് പിന്നിലായി മുപ്പന്തവും, മുപ്പന്തത്തിന് ഇരുവശങ്ങളിലും 6 നാഴി പന്തങ്ങളുമാണ് പിടിക്കുക. ഓടിൽ തീർത്ത പന്തത്തിൻ്റെ നാഴികൾ ഓരോ വർഷവും പോളിഷ് ചെയ്യും. മുല്ലമുട്ടിൻ്റെ ആകൃതിയിൽ പന്തങ്ങൾ ചുറ്റുന്നതിനായി 1 നാഴിക്ക് 1/2 കിലോ തുണി വേണ്ടിവരും. വെളിച്ചെണ്ണയിലാണ് പന്തം കത്തിക്കുന്നത്. ആദ്യകാലത്ത് വൃശ്ചികത്തിൽ വെളിച്ചെണ്ണ ആട്ടി വലിയ ഭരണികളിലാക്കി നെല്ലിട്ട് സംഭരിച്ച് വെക്കാറുണ്ടായിരുന്നു. ഇതിൽ നിന്നും തെളിഞ്ഞു കിട്ടുന്ന വെളിച്ചെണ്ണയാണ് പന്തം കത്തിക്കാൻ ഉപയോഗിച്ചിരുന്നത്. ഊരകം MS ഭരതന്റെ നേതൃത്വത്തിൽ ആറാട്ടുപുഴ ക്ഷേത്ര പത്തായപ്പുരയിൽ വെച്ചാണ് കൈപ്പന്തങ്ങൾ ഒരുക്കുക. കൊടിയേറ്റം ഏപ്രിൽ 3-നും, തിരുവാതിര വിളക്ക് ഏപ്രിൽ 5-നും വെളുപ്പിനും, പെരുവനം പൂരം ഏപ്രിൽ 6-നും, ആറാട്ടുപുഴ തറക്കൽ പൂരം ഏപ്രിൽ 8-നും, ആറാട്ടുപുഴ പൂരം ഏപ്രിൽ 9-നുമാണ് ആഘോഷിക്കുന്നത്. മീഡിയ ടൈം, തൃശ്ശൂർ.